ഹായ് സുഹൃത്തുക്കളെ, ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ? ഈ കഥയുടെ തലക്കെട്ട് ചുവന്ന ചന്ദ്രന്റെ പൂന്തോട്ടം. ഒരിക്കൽ വളരെ ദൂരെയുള്ള ഒരു ഗ്രേ നിറത്തിലുള്ള ഒരു ഗ്രഹത്തിൽ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ആകാശം എപ്പോഴും കറുത്ത മേഘാവൃതമായിരുന്നു അവിടം. തരിശായി കിടന്ന ഭൂമിയിൽ നിഴൽ വീഴ്ത്തി കനത്ത മേഘങ്ങൾ താഴ്ന്നു തൂങ്ങിക്കിടന്നു. പരിസ്ഥിതിയെ എങ്ങനെ പരിപാലിക്കണമെന്ന് അവിടെ താമസിച്ചിരുന്ന ആളുകൾ മറന്നു കഴിഞ്ഞിരുന്നു. അവർക്ക് ആവശ്യമായ എല്ലാ കണ്ടുപിടുത്തങ്ങളും ബഹിരാകാശ കപ്പലുകളും ഉണ്ടായിരുന്നു. എന്നിട്ടും അവർ തങ്ങളുടെ ഗ്രഹത്തെ അവഗണിച്ചു ജീവിച്ചു. ഒരു ദിവസം ഒരു ആൺകുട്ടി മലിനമായ ഭൂപ്രകൃതിയിലൂടെ അലഞ്ഞു നടക്കുകയായിരുന്നു. അവന്റെ കണ്ണുകൾ അപ്രതീക്ഷിതമായ എന്തോ ഒന്ന് കണ്ടു, ഒരു ഗുഹയ്ക്കുള്ളിൽ ഒരു ചെറിയ ചുവന്ന തൂവാല. അടുത്തു ചെന്നു നോക്കിയപ്പോൾ മനസ്സിലായത് അതൊരു പൂവായിരുന്നു. അതിന്റെ ദളങ്ങൾ താഴുന്നു, അതിന്റെ വേരുകൾ മലിനമായ മണ്ണിൽ പോഷണത്തിനായി പാടുപെടുന്നു. ആ കുട്ടിയുടെ ഹൃദയം അനുകമ്പയാൽ വിങ്ങി. അവൻ മെല്ലെ അത് മണ്ണോടുകൂടി തോണ്ടിയെടുത്തു, അത് കൈകളിൽ വെച്ച് അത് സംരക്ഷിക്കാൻ തീരുമാനിച്ചു. അനുയോജ്യമായ ഒരു സ്ഥലത്തിനായി അന്വേഷണം അവൻ ആരംഭിച്ചു. എന്നാൽ അവൻ എവിടെ നോക്കിയാലും മലിനീകരണം എടുത്തു നശിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ ആണ് കാണാൻ കിട്ടിയത്. ദുർബലമായ ആ പൂക്കോവിന് തഴച്ചുവളരാൻ ഇടമില്ലായിരുന്നു. അങ്ങനെ നിരാശയോടെ ഇരിക്കുമ്പോൾ ആണ് അവൻ ആകാശത്തേക്ക് നോക്കിയത്. ദൂരെ അവൻ ചന്ദ്രൻ അവിടെ തൂങ്ങിക്കിടന്നു, സ്വന്തം ഗ്രഹം പോലെ ശോഷണം സംഭവിക്കാത്ത ശാന്തമായി നിലനിൽക്കുന്നു. ഒരുപക്ഷേ ചന്ദ്രൻ ഒരു സങ്കേതമായിരിക്കാമെന്ന് അദ്ദേഹം കരുതി. അതിനാൽ തന്റെ ബഹിരാകാശയാത്രിക സ്യൂട്ട് ധരിച്ച് ചന്ദ്രനിലേക്ക് പോയി. മലിനീകരണത്തിൽ നിന്ന് വളരെ അകലെ ബാലൻ ചന്ദ്രനിൽ അധിനിവേശം നടത്തി. അവൻ നനച്ചു കൊടുത്തുകൊണ്ട് അവൻ ആ ചെടി അവിടെ സ്ഥാപിച്ചു. അതിനോട് പാട്ടുപാടിയും പ്രോത്സാഹന വാക്കുകൾ മന്ത്രിച്ചും അവൻ കൂടെ നിന്നു. അത്ഭുതകരമെന്നു പറയട്ടെ, ആ ചുമന്ന പൂവ് പൂക്കാൻ തുടങ്ങി. അതിന്റെ ചടുലമായ ചുവന്ന ദളങ്ങൾ തുറന്നു പൂവണിയാൻ തുടങ്ങി. താമസിയാതെ അത് കൂടുതൽ ഇതളുകൾക്കും കൂടെ മറ്റു ചെടികൾക്കും ജന്മം നൽകി. ചന്ദ്രൻ ഒരു സ്വർഗീയ ഉദ്യാനമായി രൂപാന്തരപ്പെട്ടു, ഓരോ പൂവും പ്രതീക്ഷയുടെ പ്രകാശം പോലെ തിളങ്ങി. അതിനാൽ ആൺകുട്ടിയുടെ പൂക്കൾ ചന്ദ്രനിൽ നിറഞ്ഞു. ചന്ദ്രൻ ചുവന്ന വെളിച്ചത്തിൽ തിളങ്ങി. ഗ്രേ ഗ്രഹത്തിൽ നിന്നും മുകളിലേക്ക് നോക്കുന്ന എല്ലാവർക്കും അത് ഒരു ഓർമ്മപ്പെടുത്തൽ ആയിത്തീർന്നു. എല്ലാവരിലും അത് മന്ത്രിച്ചു, നിങ്ങളുടെ ഗ്രഹത്തെ പരിപാലിക്കുക. അതിന്റെ മണ്ണിനെ പരിപോഷിപ്പിക്കുക. അതിന്റെ ആകാശത്തെ സംരക്ഷിക്കുക, അതിന്റെ ലോലമായ സൗന്ദര്യത്തെ വിലമതിക്കുക. ചാരനിറത്തിലുള്ള ഗ്രഹത്തിലെ ആളുകൾ ചന്ദ്രന്റെ പരിവർത്തനം ശ്രദ്ധിച്ചു. അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അവർ അവരുടെ ജീവിത വഴികൾ മാറ്റാൻ തുടങ്ങി. അവർ തങ്ങളുടെ മാലിന്യങ്ങൾ വൃത്തിയാക്കി, മരങ്ങൾ നട്ടുപിടിപ്പിച്ചു, ഭൂമിയെ പുനഃസ്ഥാപിച്ചു. പതുക്കെ അവിടെ നല്ല ജീവൻ തിരിച്ചുവന്നു, പക്ഷികൾ പിന്നെയും സന്തോഷത്തോടെ പാടി. നദികൾ നിറമുള്ള നല്ല ജലത്താൽ ഒഴുകാൻ തുടങ്ങി, മേഘങ്ങൾ പ്രകാശത്തോടെ നിറഞ്ഞു. എങ്ങനുണ്ട് കൂട്ടുകാരെ ഈ കഥ? ഈ കഥയുടെ ധാർമ്മികത എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ ലോകത്തെ സുഖപ്പെടുത്താനുള്ള ശക്തി നമുക്കുണ്ട്, നമ്മൾ സ്വയം അതൊരിക്കലും മറക്കാതിരിക്കുക. ആ ആൺകുട്ടി ചുവന്ന പൂവിനെ പരിപാലിക്കുന്നതുപോലെ നാം നമ്മുടെ പരിസ്ഥിതിയെ സജീവമായി സംരക്ഷിക്കണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഗ്രഹത്തിന് അഭിവൃദ്ധി പ്രാപിക്കാൻ കഴിയൂ, അതിന്റെ സൗന്ദര്യം ചന്ദ്രന്റെ തിളക്കം പോലെ പ്രകാശിക്കും. പ്രിയ കുട്ടികളെ, പ്രകൃതിയോടുള്ള എല്ലാ ദയയും ഓർക്കുക. ഒരു മരം നടുകയോ അല്ലെങ്കിൽ വെള്ളം സംരക്ഷിക്കുകയോ ചെയ്യുക. നിങ്ങൾക്ക് ഒരു വ്യത്യാസം ഇവിടെ ഉണ്ടാക്കാം. ചാരനിറത്തിലുള്ള ചന്ദ്രനെ ഒരു ഉദ്യാനമാക്കി മാറ്റിയ ആൺകുട്ടിയെപ്പോലെ നമുക്ക് നമ്മുടെ ഗ്രഹത്തിന്റെ കാര്യസ്ഥന്മാരാകാം. അതിനാൽ ചുവന്ന ചന്ദ്രൻ പൂക്കുന്നത് തുടരുക. ബഹിരാകാശത്തിന്റെ വിശാലതയിലും നമ്മുടെ പ്രവർത്തനങ്ങൾ പ്രപഞ്ചത്തിൽ ഉടനീളം പ്രതിധ്വനിക്കുന്നു എന്ന ഒരു സ്വർഗീയ ഓർമ്മപ്പെടുത്തൽ ആണ് ഈ കഥയുടെ ഉദ്ദേശം. സുഹൃത്തുക്കളെ, അവിടെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഒരുമിച്ചുള്ള സമയം ആസ്വദിച്ചല്ലോ. ഇതുപോലുള്ള കൂടുതൽ രസകരമായ കഥകൾക്കു ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഒരു വലിയ തംസ് നൽകുക. ഇത് നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും പങ്കിടുക, ഒപ്പം കഥർച്ചിലിന്റെ സന്തോഷം നമുക്ക് പ്രചരിപ്പിക്കാം. ഓർക്കുക, ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യലും കൂടുതൽ സ്റ്റോറികൾ ജീവസ്ത്രതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. സ്വപ്നം കാണുക, പുഞ്ചിരിക്കുക. നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം. കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ.